നമുക്കെന്ത് പ്രയോജനമാണ് ഉണ്ടായത്? നമ്മൾ പട്ടിണി ഇരുന്നത് വെറുതെയാണോ? ഈ റമദാൻ തന്നെ നാളെ നമ്മുടെ മുഖത്തേക്ക് അല്ലാഹു വലിച്ചെറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഇരിക്കുന്ന പട്ടിണിയാണോ? നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളും പിടിച്ചിരിക്കുന്ന ഈ നോമ്പാകട്ടെ, ഏത് സൽക്കർമ്മമാകട്ടെ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈ പരിശുദ്ധമായ റമദാൻ നാളെ നമുക്ക് അനുകൂലമാണോ എതിരാണോ? നാളെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് റമദാൻ മാസം കടന്നു ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിനോട് ചോദിക്കും, നിന്നെ എന്റെ അടിമ എങ്ങനെയാണ് പരിഗണിച്ചത്? ആ സമയത്ത് റമദാൻ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, എന്നെ ഇന്ന രീതിയിൽ പരിഗണിച്ചു, ഞാൻ പോയപ്പോൾ വല്ലാത്ത സ്വീകരണമായിരുന്നു, ഇവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എനിക്ക് ഇവൻ സ്ഥാനം തന്നു, പടച്ചവനെ നോമ്പ് പിടിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അങ്ങനെ ദിക്റുകളും ഖുർആനുകളുമായി സദഖകളുമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇവൻ എന്നെ ആദരിച്ചു, എന്നെ ബഹുമാനിച്ചു, എന്നെ പരിഗണിച്ചു. അവസാനം ഞാൻ ഇവന്റെ വീട്ടിൽ നിന്ന് പിരിയുമ്പോ ഇവന്റെ വാപ്പ മരിച്ചപ്പോൾ ഇവനുണ്ടായ വേദന പോലെ, ഇവന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചതിനേക്കാളും സങ്കടത്തോടെ, ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളും മരിച്ചാൽ ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന വേദനയോടെ, എന്നെ പിരിയാൻ കഴിയാത്ത സങ്കടത്തിലാണ് ഇവൻ എന്നെ യാത്രയാക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ പരിശുദ്ധമായ റമദാൻ മാസം, അല്ലാഹുവേ പടച്ചവനെ, ആ മാസത്തെ ആദരിച്ചവരെ സ്വർഗ്ഗം കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് അവിടുന്ന് ശഫാഅത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഒരുപാട് ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ പാപം പൊറുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് പരിശുദ്ധമായ റമദാൻ നമ്മുടെ കൈപിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സന്നിധിയിൽ കടന്നു തന്നിട്ടു, അല്ലാഹുവേ ഇവന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ? അതോ പടച്ചവനെ, ഇവൻ എന്നെ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല, പരിഗണിച്ചില്ല, എനിക്ക് നൽകേണ്ട സ്ഥാനങ്ങൾ നൽകിയില്ല, അതുകൊണ്ട് പടച്ചവനെ ആർക്ക് സ്വർഗ്ഗം കൊടുത്താൽ ഇവന് കൊടുക്കല്ലേ അല്ലാ എന്ന് നരകമിതള അല്ലാഹുവിനോട് നമുക്ക് എതിരായി റമദാൻ പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇന്നത്തെ ഇഫ്താറിലും ദുആയിലും പങ്കെടുക്കാമെന്നവരോട് പറയുകയാ, പടച്ചവനെ, നബി തങ്ങൾ പറയുന്ന സ്വഹാബാ, 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾ മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. 6 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യണേ. 6 കാര്യങ്ങളിൽ ഒരു കാര്യം ഏതെന്നറിയോ സ്വഹാബാ? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പശ്ചാത്തപിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ തൗബ ചെയ്യൂ. നാളെ ചെയ്യാം, മറ്റേനാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൗബയെ നീ പിന്തിപ്പിക്കരുത്. കാരണം നബി തങ്ങൾ പറയുകയാണ്, തൗബയെ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. പടച്ചവനെ, കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നമ്മളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പാപം ചെയ്യാത്ത ആരുമില്ല. നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും മഅസൂമീങ്ങളല്ല. എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. ഇവിടെ പടച്ചവനെ 50, 60, 70, 80 വയസ്സുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് നമ്മളോ. നമ്മുടെ കണക്ക് നമുക്കറിയില്ല. പടച്ചവനെ, ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത
പാപമുണ്ടല്ലോ, കണക്കെടുക്കാൻ പറ്റുമോ? 80 കൊല്ലത്തെ വേണ്ട, 70 കൊല്ലത്തെ വേണ്ട, 60 കൊല്ലത്തെ വേണ്ട, 50 കൊല്ലത്തെ വേണ്ട, ഒരു ദിവസത്തെ വേണ്ട. രാവിലെ 5 മണി മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത പാപമുണ്ടല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഇന്ന് ഒരു ദിവസം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വർഷക്കാലം ചെയ്ത പാപത്തിന്റെ കണക്കാർക്ക് പറയാനാ? അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കരുത്. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കണം, തൗബ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. നാളെ ചെയ്യാം, മറ്റേനാള് ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. മരണം എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ആ സമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ പെട്ടെന്ന് ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ചെയ്യണ്ടേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമല്ലോ. ചെയ്യണോ വേണ്ടേ? ചെയ്യണം. അപ്പൊ നിങ്ങളൊക്കെ എപ്പോഴാ മരിക്കുന്നത്? നിങ്ങളൊക്കെ എപ്പോഴാ മരിക്കുന്നത്? എന്തായാലും മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അപ്പൊ എപ്പോഴാ മരിക്കുന്നത്? അപ്പൊ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. ചിലപ്പോ ഈ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് ഈ കാണുന്ന ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങുമോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ കാര്യം എങ്ങനെയാ? ഈ ഇരിക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും, എന്റെ ആകട്ടെ നിങ്ങളുടേതാകട്ടെ, ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമോ, മയ്യത്ത് കൊണ്ടുപോകുമോ എന്ന് പറയാൻ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല, 27-ാം രാവിന് ഉസ്താദെ, 27-ാം രാവിന് അന്നൊരു തൗബ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ഞാൻ ആലോചിക്കണത്, 27-ാം രാവിന് ഇപ്പൊ എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? 27-ാം രാവിന് വല്ല പ്രത്യേകതയുണ്ടോ? എല്ലാം കുളിച്ചൊരുങ്ങി 27-ാം രാവിന് പള്ളിയിൽ പോയിട്ട് ഇന്ന് തൗബയാ വാളിയാ, കുളിച്ചൊരുങ്ങിക്കോ പോകാം. കാരണം എന്തേ? അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ് കുളിച്ചൊരുങ്ങി പോകാറുണ്ട് വാങ്ങാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ഉണ്ട്. വെള്ളിയ 27-ാം രാവ് വരെ നീ ജീവിച്ചിരുന്നാലല്ലേ ചങ്ങാതി തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ അങ്ങനെ തന്നെ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല, ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ. ഇവിടെ 40 പേരിൽ കൂടുതലുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, നോമ്പുകാരാ. ആരുടെയെങ്കിലും ഒരു ആമീ മതി, ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അല്ലാതെ എന്റെ വഴുത് കെട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കിട്ട് തന്നെയാന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത്, ഇനി ഒരാൾ തുണി കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കയ്യ, തുണിയല്ല. റിയാസ് മന്നാനി ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ പഠിച്ച ഇവിടൊക്കെ ഉസ്താദിന്റെ ഇത്രയും, ഇവിടുത്തെ ഉസ്താദിന് ഇത്രയും വലിയ ശിഷ്യനുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാം. അൽഹംദുലില്ലാ, നല്ല വഴുത് പറയേണ്ട ചങ്ങാതിയാ. നിങ്ങൾക്കൊരു സ്ഥാപനം ഇല്ലപ്പാ. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഏറ്റുപറഞ്ഞ് കരഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും എനിക്ക് വേണ്ട. തൗബ ചെയ്യുമോ ഇല്ലേ? ചെയ്യൂന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവര് എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒറ്റ കൈപൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്ന് ഈ ഹാഫിളീങ്ങളുടെയും ഈ യതീമായ മക്കളുടെ മജ്ലിസിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ നിന്നോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിരിയുമെന്ന് തീരുമാനിച്ച ഈ കൈപൊക്കിയ ഞങ്ങളുടെ അവാക്കിബത്ത് നീ നന്നാക്കി തരണേ പടച്ചവനെ.
അള്ളാഹുവെ മരിക്കുന്ന സമയം മലക്കുകൾ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം ഈ കൈപൊക്കിയവർക്ക് നീ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും ഈ കൈപൊക്കിയ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ.